500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ഒരു കോഴിക്കാലും കാണിച്ച് തിരിച്ചങ്ങ് കൊണ്ടുപോക്കണം. വേറെ ചില ആളുകൾ ഇതിനിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? മതം മാറ്റം എന്നാണ് പറയുന്നത്. മതം മാറ്റം. നാളെ ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞു. ഒരു ചേച്ചിയുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്ന് ഒരു താങ്ങിച്ചു പോകുന്നൊരു ചേച്ചിയുണ്ട്. അപ്പൊ ഈ ചേച്ചി ഒരു ദിവസം പറഞ്ഞു, ഇവിടെ കുറെ ഉപദേശിമാരുണ്ട് പെന്തിക്കോസ്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നാ ചേച്ചി പറഞ്ഞത്. അപ്പൊ ഞാൻ അന്നേ ചേച്ചിക്ക് മറുപടി പറഞ്ഞാണ്. എന്നാലും ഇത്രയും ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ ആളുകൾ വല്ലതും ഉണ്ട് കേട്ട് തെറ്റിദ്ധാരണ അങ്ങ് മാറാൻ വേണ്ടി ഒരിക്കൽ കൂടെ മറുപടി പറയാം. 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ഒരു കോഴിക്കാലും കാണിച്ച് തിരിച്ചങ്ങ് കൊണ്ടുപോക്കണം. അല്ലേ? പക്ഷെ 500 രൂപയ്ക്ക് കഞ്ഞിയും പയറും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ ഒരു 1000 രൂപ ഒരു ചിക്കൻ ഫ്രൈയും കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോക്കണം. അതിന് ഞങ്ങൾക്കൊന്നും പരാതിയൊന്നുമില്ല. ഇനിയിപ്പോ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 4 എണ്ണത്തെ കോഴിക്കാല് കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, 4 അല്ല ഒരു 10 എണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം? പൊക്കോണം. ഞങ്ങൾ അതിനകത്ത് ഒരു എതിർപ്പില്ല. അതിന്റെ പേര് നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, ഒരൊറ്റ സമരത്തിന് ഇറങ്ങത്തില്ല. ഇവിടുന്ന് 4 അല്ല 10 അല്ല 50 എണ്ണത്തെ ഇതിന്റെ അകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം? നല്ല മുഴുത്ത കോഴി കണ്ടിട്ടില്ലേ? ജംഗ്ഷനിൽ ഇങ്ങനെ നരകത്തിലെ കോഴിയെ കണ്ടിട്ടില്ലേ? അല്ലേ? രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ ആ നരകത്തിലെ കോഴിയെ കാണിച്ചിട്ട് ആരെങ്കിലും 10-50 എണ്ണത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. പോണമെന്നാണ്. ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? അതിന് ഓരോ മെമ്പർ കൊണ്ടുപോട്ടെ. കഞ്ഞിക്ക് ഇറങ്ങിയതും കോഴിക്ക് ഇറങ്ങിയതും ഒക്കെ പോട്ടെ. അങ്ങനെ എല്ലാം പോട്ടെ, കൊണ്ടുപോകണം. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഈ ഗ്രൗണ്ടിൽ ശേഷിക്കും. അവരുടെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അരത്തിടുന്ന കഴുത്ത് 2 മിനിറ്റ് അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല.